ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഇല്ല, ഇനി ക്ഷമിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പണത്തെ ഉപയോഗിച്ചുകൊണ്ട് MLA-മാരെ ഭീഷണിപ്പെടുത്തി ചാക്കിലാക്കുന്ന തന്ത്രം ഇനി ഞങ്ങൾ വെച്ചു പുറപ്പിക്കില്ല. രണ്ടും കൽപ്പിച്ച് മധ്യപ്രദേശിലെയും കർണാടകയിലെയും കോൺഗ്രസ് നേതാക്കൾ തെരുവിലേക്ക് ഇറങ്ങുകയാണ്. പറഞ്ഞു വരുന്നത്, ഒരു മുഖ്യമന്ത്രി ബംഗളൂരുവിന്റെ തെരുവിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നു. മധ്യപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള കമൽനാഥാണ് ഈ തീരുമാനം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപാണ് ബംഗളൂരുവിലെത്തിയ മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള ദിഗ്വിജയ് സിംഗിനെ വിമത MLA-മാർ താമസിക്കുന്ന റിസോർട്ടിന്റെ മുന്നിൽ വെച്ച് കർണാടക പോലീസ് അഥവാ ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. അതിനുശേഷം കർണാടകയിലെ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ DK ശിവകുമാറിനെയും ബംഗളൂരുവിലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതായിരുന്നു കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് സംഭവിച്ച നിർണായക നീക്കങ്ങൾ. പക്ഷേ ഈ നീക്കങ്ങളിൽ കോൺഗ്രസിന്റെ നേതാക്കൾ പേടിക്കാൻ തയ്യാറാകുന്നില്ല. അവർ ശക്തമായ രീതിയിൽ മുന്നോട്ട് വരാൻ തയ്യാറായിരിക്കുന്നു. കാരണം ഇനിയും ഇതുപോലെയുള്ള നാടകങ്ങൾ കണ്ടു നിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഒന്നെങ്കിൽ ഇവിടെ വെച്ച് അവസാനിക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് അകത്തു പോകണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതിനൊരു അവസാനമുണ്ടാകില്ല. ഇങ്ങനെയൊരു വലിയ തീരുമാനം ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായത് അഭിനന്ദനം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ഇതിനെ വെച്ചുപുറപ്പിക്കാൻ സാധിക്കുകയില്ല. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന പരിപാടിയാണ് പലയിടങ്ങളിലും BJP മുന്നോട്ട് വെക്കുന്നുള്ളത്. കർണാടകയിലെ സർക്കാരിനെ പണം കൊടുത്ത് അട്ടിമറിച്ച് MLA-മാരെ സ്വന്തമാക്കി. ഇപ്പോൾ മധ്യപ്രദേശിലെയും MLA-മാരെ പണം കൊടുത്ത് അട്ടിമറിച്ച് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു. ഈ ശ്രമമെങ്കിലും തടയാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ കോൺഗ്രസിന് നിലനിൽപ്പ് തന്നെ ഉണ്ടാകില്ല എന്ന തിരിച്ചറിവ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് ഇപ്പോൾ വന്നിരിക്കുന്നു. അതിന്റെ സൂചന തന്നെയാണ് മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി കമൽനാഥ് രംഗത്ത് വരുന്നത്. കോൺഗ്രസിന്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെയാണ് കർണാടകയിൽ ബംഗളൂരു പോലീസ് തടവിലാക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് DK ശിവകുമാർ. DK ശിവകുമാർ എന്ന് പറയുന്നത് ഈ വിമത MLA-മാരെ, നിലവിലെ മധ്യപ്രദേശിലെ വിമത MLA-മാരെ എങ്ങനെയെങ്കിലും നിലവിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് കോൺഗ്രസ് പാളയത്തിലെത്തിക്കണം, മധ്യപ്രദേശിലെ സർക്കാരിനെ നിലനിർത്തിപ്പിക്കണം എന്നുള്ള ഏറ്റവും വലിയ ശ്രമം ഏറ്റെടുത്ത് മുന്നിലോട്ട് വരുന്ന ഒരാളാണ് DK ശിവകുമാർ. പക്ഷേ DK ശിവകുമാറിനെയും ബംഗളൂരു പോലീസ് അറസ്റ്റ് ചെയ്തു. അതുപോലെ തന്നെ DK ശിവകുമാറിനൊപ്പം അവിടെ വിമത MLA-മാരെ എങ്ങനെയെങ്കിലും തിരിച്ച് മധ്യപ്രദേശിലേക്ക് എത്തിക്കാൻ ഉള്ള ശ്രമത്തിന്റെ ഭാഗമായി ബംഗളൂരുവിലെത്തിയ കോൺഗ്രസ് നേതാവാണ് ദിഗ്വിജയ് സിംഗ്. ആ രണ്ടുപേരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വിമത MLA-മാരുമായിട്ട് ആര് സംസാരിക്കും? ആ ഒരു വേളയിലാണ് കമൽനാഥ് തന്നെ നേരിട്ട് വരുന്നത്. ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി നേരിട്ട് മറ്റൊരു സംസ്ഥാനത്തേക്ക് തന്റെ MLA-മാരെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത് ചിലപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കാര്യമായിരിക്കാം. ഇതിനിടയിൽ ഇങ്ങനെയൊരു നീക്കം നടത്തിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ തടവിൽ വെക്കാൻ പോലീസുകാർക്ക് തടയാൻ ഒരിക്കലും സാധിക്കില്ല എന്നുള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ മുഖ്യമന്ത്രി കമൽനാഥ് വന്നു കഴിഞ്ഞാൽ കർണാടക പോലീസ് മുട്ടുമടക്കേണ്ടി വരുമെന്നുള്ള ഏറ്റവും വലിയ നിർണായകമായ സാഹചര്യത്തിലേക്കാണ് നിലവിൽ ഈ രാഷ്ട്രീയ നാടകം കടന്നു പോകുന്നുള്ളത്. എന്തായാലും കമൽനാഥ് ബംഗളൂരുവിൽ എത്തിക്കഴിഞ്ഞാൽ BJP മുട്ടുമടക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.